ആദരണീയായ അധ്യക്ഷ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ടവരെ, പ്രിയ സുഹൃത്തുക്കൾ, ഒരു നോവൽ എന്നുള്ള നിലക്ക് വളരെ ആവേശത്തോടെ, ഏറെ വൈകാരികതയോടെ ഞാൻ വായിച്ച് അനുഭവിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് പെരുമലയൻ. രാധാകൃഷ്ണൻ മാഷ് സൂചിപ്പിച്ച പോലെ മാഷാണ് എനിക്ക് പുസ്തകം തന്നത്. തീവണ്ടിയിൽ വെച്ചാണ് ഞാനിതിൻ്റെ വായന തുടങ്ങിയത്. 2 ദിവസത്തെ തീവണ്ടി യാത്രയുടെ വായന കഴിയുമ്പോഴേക്ക് പിന്നെ ഇത് താഴെ വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലായി. പിന്നെ രാത്രിയും പിറ്റത്തെ ദിവസമെല്ലാമായിട്ട് 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം ഞാനത് വായിച്ച് തീർക്കുന്നുണ്ട്. തിക്കോടി തിരിച്ചുള്ള യാത്രയിൽ തിരൂരിൽ നിന്ന് തിക്കോടി എത്തുമ്പോഴേക്കാണ് ഇത് തീർന്നു കഴിഞ്ഞിട്ടും എനിക്കതിൽ എന്തെല്ലോ ഇങ്ങനെ ബാക്കി നിൽക്കുന്ന പോലെ തോന്നുന്നു. വടകര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ഞാൻ ജനാർദ്ദന മാഷിനെ വിളിക്കുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ആ നോവൽ വായനയെ കൂടുതൽ അത്ഭുതപ്പെടുത്തുകയാണ് ഉണ്ടായത്. ചിലപ്പോൾ ഈ തെയ്യമൊക്കെ കുറച്ചിങ്ങനെ കണ്ടു നടന്നതുകൊണ്ട് ആകാം, ആ മേഖലയിൽ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉള്ളത് കൊണ്ടാവാം, അതല്ലെങ്കിൽ ഇതിനകത്ത് ഞാനും കൂടി ഉണ്ട്, എൻ്റെ ജീവിതവും കൂടി ഉണ്ട് എന്ന്, അതിലെവിടെയൊക്കെയോ എൻ്റെ ആരൊക്കെയോ ഉണ്ട് എന്ന് ചില സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും ഞാൻ വഴിയെ പറയും. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ നോവൽ പ്രിയപ്പെട്ടതായി മാറിയത്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സംസാരത്തിനൊരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്, കലാ സംസ്കാരം എഴുത്ത് പ്രതിരോധത്തിൻ്റെ ഉയർപ്പുകൾ എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിഷയത്തിലേക്കൊക്കെ പോകാൻ മോഹനൻ മാഷ് പറഞ്ഞതുപോലെ ഇത് എഴുതാനുള്ള ഒരു സത്യം പറഞ്ഞാൽ അന്നേരം തന്നെ എന്തെങ്കിലും എഴുതണമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ നമ്മളൊക്കെ രീതി അങ്ങനെയാണെന്നുള്ളത് കൊണ്ട് അപ്പോഴൊന്നും ഇത് സംഭവിച്ചിട്ടില്ല. പക്ഷെ എഴുതുകയാണെങ്കിൽ ഈ വിഷയം പൂർണ്ണമായി എഴുതും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ ചില സൂചനകൾ മാത്രമേ ഇപ്പോൾ ഒരു 15-20 മിനിറ്റിനകത്ത്, കാരണം ഇത് കഴിഞ്ഞിട്ട് റിയയുടെ ഒരു നൃത്ത പരിപാടി കൂടി ഇവിടെ ഉണ്ട്, അതിനും കൂടി നമുക്ക് സമയം ഉണ്ടാക്കണം എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ഞാനത് അങ്ങനെ ചുരുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന്, തെയ്യം പശ്ചാത്തലമായിട്ടുള്ള നോവലുകൾ നമുക്ക് മലയാളത്തിൽ കുറച്ചൊക്കെ കാണാൻ പറ്റും, നോവലും നോവലേറ്റുകളും ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ പി പ്രകാശൻ്റെ ദൈവം എന്ന ദുരന്ത നായകൻ മറ്റൊരു രീതിയിൽ എഴുതിയിട്ടുള്ളതാണ്, ആധുനികതയുടെ കാലവുമായി ബന്ധപ്പെടുത്തിയിട്ട്. മറ്റൊന്ന്, അംബികാസുധൻ മാങ്ങാടിൻ്റെ മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. മരക്കാപ്പിലെ തെയ്യങ്ങൾ, ഒരു മരക്കാപ്പ് എന്ന് പറയുന്ന ഒരു തെയ്യത്തിൻ്റെ ആരൂഢ സ്ഥാനം എങ്ങനെയാണ് ടൂറിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊന്നായി മാറിത്തീരുന്നത്, അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ മരക്കാപ്പ് എന്ന് പറയുന്നത് പിന്നെ കാഞ്ഞങ്ങാടിന് അടുത്തുള്ളൊരു പ്രദേശം കൂടിയാണ്. ആ പ്രദേശം, അവിടുത്തെ പരിസ്ഥിതി, അവിടുത്തെ സ്ത്രീ, അവിടുത്തെ പാരമ്പര്യമായ അറിവുകൾ എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നും അത് വിൽപ്പനയ്ക്കുള്ള ഒരു ഉപാധിയായി മാറ്റം ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്നും ഒക്കെ പറയുന്ന വളരെ പൊട്ടൻഷ്യലുള്ള ഒരു നോവലാണ് അംബികാസുധൻ മാങ്ങാടിൻ്റെ ആ ഒരു നോവൽ. അതുപോലെ അംബികാസുധൻ്റെ തന്നെ ചില നോവലേറ്റുകളുണ്ട്, മുച്ചിലോട്ടമ്മ എന്നൊക്കെ പറയുന്നത്. മുച്ചിലോട്ടമ്മയൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യം ഇറങ്ങി വരുമ്പോൾ തെയ്യം നടക്കുന്നിടത്തൊരു അന്തിത്തിരിയനുണ്ട്. അന്തിത്തിരിയൻ്റെ മകൾ PSC പരീക്ഷ എഴുതാൻ വേണ്ടി ടൗണിൽ പോയിട്ട് അവിടെ നിന്ന് പിച്ചിച്ചീന്തിയ വെറും ശരീരമായി, അതാണ് ഈ മുത്തപ്പൻ്റെ ഈ ഭഗവതിയുടെ പൂവും പ്രസാദവും പോലെ അങ്ങനെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുവരികയാണ് ഉണ്ടായതെന്നും അതിൽ പിന്നെ അന്തിത്തിരിയൻ ഭ്രാന്ത് വന്നിട്ട് മൗനിയായി അയാളിങ്ങനെ ഇരിക്കുമ്പോൾ മുച്ചിലോട്ടമ്മ ചോദിക്കുന്നുണ്ട്, എൻ്റെ പൈതങ്ങളെ, എൻ്റെ കളിയാട്ടത്തിൻ്റെ തിരുമുറ്റത്ത് ഇരുട്ടുകൊണ്ട് വിധാനം തീർത്തവരാരാണ്, കണ്ണീര് കൊണ്ട് കലശം ഒഴുക്കുന്നത് ആരാണ് എന്ന് തെയ്യത്തിൻ്റെ ഭാഷയിൽ മുച്ചിലോട്ടമ്മ ചോദിക്കുന്നു. മുച്ചിലോട്ടമ്മ തന്നെ, ഒരു സ്ത്രീയായ മുച്ചിലോട്ടമ്മ തന്നെ ഇപ്പോഴത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പുതിയ കാലത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഉള്ളു പൊട്ടിയിട്ട് അന്തിത്തിരിയൻ്റെ വീട്ടിലേക്ക് പോകും ഈ തെയ്യം. അപ്പോഴാണ് അന്തിത്തിരിയൻ്റെ ഭാര്യ, ഇത്രയും കാലം തിരിവെച്ചിട്ട് എൻ്റെ മകളെ ഒന്ന് കാത്തുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മുച്ചിലോട്ടമ്മ ഉള്ളു പൊട്ടിയിട്ട് എൻ്റെ മുച്ചിലോട്ടമ്മയെ എന്ന് വിളിക്കുന്നത് ആ കഥയിൽ നമുക്ക് കാണാം. അത് ചെറിയ കഥയാണ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് നോവലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പലതുകൊണ്ടും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, പലതുകൊണ്ടും മുന്നിൽ നിൽക്കുന്ന, അത് ഞാൻ അങ്ങനെ മുന്നിൽ നിൽക്കുന്ന എന്ന് പറയുമ്പോൾ അതിനൊക്കെയുള്ള ഇതിനുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഒക്കെ പലതരത്തിൽ
ഞാൻ പറഞ്ഞു അംബികാസുധൻ്റെ നോവലൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നതാണ്. ഇതിൽ തെയ്യക്കാരുടെ ജീവിതം, തെയ്യക്കാരുടെ സംസ്കാരം, തെയ്യക്കാരുടെ ഭാഷ, അവരുടെ കല, അതിൻ്റെ ലോകങ്ങൾ, അവരുടെ വിജ്ഞാനം, ആ വിജ്ഞാനത്തിൻ്റെ ലോകങ്ങൾ, ഇതെല്ലാം സന്നിഹിതമാകുന്നു. ഇതെല്ലാം സന്നിഹിതമാവുകയും വർത്തമാനകാലത്തോട് ചില സവിശേഷമായിട്ടുള്ള ഇടപെടലുകൾ ഈ നോവൽ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത്രത്തോളം വിശദമായി തെയ്യക്കാരുടെ ജീവിതത്തിലേക്ക്, സംസ്കാരത്തിലേക്ക് ഒരുപക്ഷെ മറ്റു നോവലുകൾ പ്രവേശിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതിൽ നിന്നൊക്കെയുള്ള വലിയ സവിശേഷത ഈ നോവലിന് ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഞാനിത് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, കാരണം ഈ ടൈറ്റിൽ കൊടുത്തതാണ് എന്നെ വല്ലാതെ അസ്വസ്ഥ, ഞാൻ തന്നെ കൊടുത്തതുമാണ്. അപ്പോൾ അതിനോടൊരു നീതി പുലർത്തണം എന്നുള്ളത് കൊണ്ട് മാത്രം ഒരൊറ്റ കാര്യം ഇതിനെ വികസിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്, വാൾട്ടർ ജെ ഓങ്ങിൻ്റെ ഒരു പഠനമുണ്ട്. വാൾട്ടർ ജെ ഓങ്ങിൻ്റെ പഠനം ഒറാലിറ്റി ആൻഡ് ലിറ്ററസി എന്നുള്ളതാണ്. വാമൊഴിയിൽ നിന്ന് എഴുത്തിലേക്ക്, വാമൊഴിയും എഴുത്തും തമ്മിലുള്ള കരുത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ആരംഭിക്കുന്നത്. അദ്ദേഹം പറയും, നിങ്ങൾക്കൊരു കാട്ടുപോത്തിനെ പിന്നെ കാണാൻ പറ്റും, തൊടാൻ പറ്റും, അതിനെ മണത്തു നോക്കാൻ പറ്റും, രുചിച്ചു നോക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും. ഈ കേൾവി ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അത് ജീവനില്ലാത്തപ്പോഴും സാധിക്കും. നിങ്ങൾക്കതിനെ കാണുന്നത് അത് ഉറങ്ങുമ്പോൾ പറ്റും, അത് മരിച്ചു കഴിഞ്ഞാൽ പറ്റും, അതുപോലെ മണക്കുന്നതും രുചിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് അത് ജീവനോടുകൂടി അത് ഉറങ്ങുമ്പോഴോ മരിച്ചു കിടക്കുമ്പോഴോ സാധിക്കും. പക്ഷേ അതിനെ കേൾക്കുക എന്നുള്ളത് അത് ജീവനോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് കേൾവി എന്ന് പറയുന്നതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് അദ്ദേഹം പറയും. ഇങ്ങനെ ചുരുക്കി പറയേണ്ടല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണത്തെ സാന്ദർഭികമായി കടമെടുത്തത് മാത്രമാണ്. അതുകൊണ്ട് അതിലത്രയധികം പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എഴുത്തിൻ്റേതുപോലെയല്ല. ഒരാൾ നിന്ന് സംസാരിക്കുമ്പോൾ എന്തൊക്കെ ഇങ്ങനെ ആലോചിക്കണം എന്നറിയാം. നിങ്ങൾ എന്തെല്ലാം ആലോചിക്കണം, ഇങ്ങനെ ഓരോരുത്തരുടെ മുഖഭാവം നോക്കണം, പലതും നോക്കണം അല്ലേ. ഇങ്ങനെയുള്ള ഇപ്പോൾ വടക്കം പാട്ട് പാടുന്ന ആളുകളെ പറ്റി പറയുമ്പോൾ പറയാം, വടക്കം പാട്ട് പാടുമ്പോൾ പാടുന്ന ആൾക്കാർ എന്തെല്ലാം തരം എഡിറ്റിങ് നടത്തിയിട്ടാണ് പാട്ട് പാടുക എന്നറിയോ. തോറ്റം ചൊല്ലുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് ചൊല്ലുക എന്നുള്ളതിൽ ഓർമ്മയുണ്ട്, ഓർമ്മയുടെ എഡിറ്റിംഗ് ഉണ്ട്, പരസ്പരമുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എഴുത്ത് സാധിക്കും. പക്ഷേ ഇത്രമേൽ വൈബ്രൻ്റ് ആണ് ഒറാലിറ്റി, ഒരു ഓറൽ കൾച്ചർ എന്ന് പറയുന്നത്, വാമൊഴി സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വാമൊഴിയെ അതിൻ്റെ എല്ലാ ഡൈനാമിസത്തോടും കൂടി എഴുത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ വാമൊഴി എന്ന് പറയുന്ന സംസ്കാരം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അതിൻ്റെ സജീവത എന്ന് പറയുന്നത് പല നിലയിൽ കുറഞ്ഞു പോവുകയും അത് പലപ്പോഴും ഒരു നമ്മൾ പിന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്പെസിമെൻ പോലെ നമ്മുടെ വാമൊഴി ഇന്ന് ചുരുങ്ങി വരികയും ചെയ്യുന്ന ഒരു കാലത്ത് അതിൻ്റെ സാധ്യമായ സകലമാന വൈബ്രൻസിയോടും കൂടി അതിനെ എഴുത്തിലേക്ക് സംക്രമിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണം അദ്ദേഹം എത്രത്തോളം ചെയ്തു, വിജയിച്ചു എന്നുള്ളതാണ് എന്നെ ഇതിൽ ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം. നേരത്തെ ഖദീജ മുംതാസ് ഡോക്ടർ സംസാരിക്കുമ്പോൾ പറഞ്ഞു, 2 തവണ ഇതിൽ മലിനാണി അവരുടെ ഗർഭം അലസിപ്പിക്കുന്നുണ്ട്. ഗർഭം അലസിപ്പിക്കുന്നത് അത് തമ്പുരാൻ്റെ ഗർഭമായതുകൊണ്ടാണ്. അത് അവരുടെ ഭർത്താവായിട്ടുള്ള പിന്നെ കേളുപണിക്കരുടെ ഗർഭം അല്ലാത്തത് കൊണ്ടാണ് അലസിപ്പിച്ച് കളയുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ഗർഭം അലസിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, അവരിതെല്ലാം ചിരുത എന്ന് പറയുന്ന റാക്ക് കാച്ചുന്ന ആ സ്ത്രീയോട് പറയുന്നുണ്ട്. നോവലിലെ ഭാഷയിൽ പറഞ്ഞാൽ തീയത്തിയോടാണ്. അവരോടത് പറഞ്ഞിട്ട് ഗർഭാലസിപ്പിക്കാൻ അവർ രാത്രിയിൽ ഗർഭത്തിലേക്ക് മരുന്ന് വെച്ച് കടന്നിട്ട് അന്ന് രാത്രിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയും. അപ്പോൾ അപ്പോഴുള്ള ഒരു എഴുത്തു ഭാഷ ഏതാണ്ട് ഇങ്ങനെയാണ്. ഒരു വലിയ കാട്, ഒരു കുന്ന്, നിറയെ കാടുള്ള കുന്നിനകത്ത് 7 കരിമ്പടത്തിനകത്ത് പുതച്ചിരിക്കുമ്പോൾ ആ കാട്ടിനെ ഇളക്കി മറിക്കുന്ന ഒരു കൂറ്റൻ നരിയല്ല മറ്റെന്തുവാണ് അതിൽ പ്രയോഗിച്ചുള്ളത്, അതിൻ്റെ അലർച്ച, ആ കാടും കാടിൻ്റെ ഇരുടും ഈ പുതപ്പും എങ്ങനെയാണ് നിശബ്ദമാക്കി കളഞ്ഞത്. അതുപോലെയാണ് ഭർത്താവ് അറിയാതെ ഗർഭമലസിപ്പിക്കുന്ന ഒരു സ്ത്രീ
അവർക്കിതിൻ്റെ വൈദ്യം അറിയാം, ഇതെല്ലാം അറിയാം. ഈ മരുന്ന് സ്വയം തന്നിൽ പ്രയോഗിച്ചിട്ട് അവരിയ്ക്കുന്നതിൻ്റെ, രാത്രി കരിമ്പടം പുതച്ചിട്ട് അവരിങ്ങനെ കിടക്കുന്നതിൻ്റെ, കമിഴ്ന്ന് കിടക്കുന്നതിൻ്റെ ആ കിടപ്പിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ വലിയ കുന്ന് നിറയെ കാടുകൾ, അതിൽ അമരുന്ന ഒരു വലിയ മൃഗം അതിൻ്റെ അമർച്ചയെ നിശബ്ദമാക്കുന്നത് പോലെ അവരുടെ അടിവയറ്റിൽ എന്തൊക്കെയോ ഇങ്ങനെ അലറുമ്പോൾ അവരിങ്ങനെ അതിനെയൊക്കെ നിശബ്ദമാക്കിയിട്ട് കിടന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു കിടപ്പിനെ പറയുമ്പോൾ അതൊരു കാഴ്ച മാത്രമല്ല, അതൊരു കേൾവി മാത്രമല്ല, അതിൽ എന്തെല്ലാമോ കൂടിച്ചേർന്ന ഒരു അനുഭവമായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒറാലിറ്റി ഉണ്ടാക്കുന്ന സകലമാന വൈബ്രൻസിയോടും കൂടി ഒരു എഴുത്ത്, ആ വിജ്ഞാനവും എല്ലാം ചേർന്ന് പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു എഴുത്ത് ഇതിനകത്ത് കാണാൻ സാധിക്കുമെന്നത് ഞാൻ അത്ര മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഇതിനകത്തുള്ള കല എങ്ങനെയാണ് പ്രതിരോധമായി തീരുന്നത്, എഴുത്ത് എങ്ങനെയാണ് പ്രതിരോധമായി മാറുന്നത്, അതിനകത്തുള്ള തെയ്യവും തെയ്യത്തിൻ്റെ പിറകിലെ സംസ്കാരവും, ഒരു തെയ്യത്തിൻ്റെ സകലമാന അണിയലങ്ങളെക്കുറിച്ചും ഉള്ള അരയാട വെക്കുന്നു, കൈവളയിടുന്നു, പിന്നെ തലപ്പാടി വെക്കുന്നു, ഇങ്ങനെ അതിൻ്റെ സകലമാന ഭാഷയും. ഞാൻ ചോദിക്കട്ടെ, കഥകളിക്ക് മാത്രമല്ല ഇവിടെ ചമയങ്ങളുള്ളത്. ഈ തെയ്യത്തിൻ്റെതായിട്ടുള്ള ഒരു ഭാഷയും അത് ഒരു സൗന്ദര്യ പദ്ധതിയാണ്. ഈ സൗന്ദര്യ പദ്ധതി, അതിൻ്റെ ചമയ പദ്ധതി, ഇത്തരത്തിലുള്ള സകല സംഗതികളും ഒരു വിജ്ഞാന രൂപം പോലെ ഈ നോവലിനകത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നത് കാണാം. അപ്പോൾ എം ടി വാസുദേവൻ നായർ പിന്നെ രണ്ടാം ഊഴം എഴുതിയപ്പോൾ അതിനകത്ത് പറയുന്ന പലതരം മാലകൾ, രാജാക്കന്മാർ അണിയുന്ന പലതരം മാലകളെക്കുറിച്ചും വസ്ത്രങ്ങളെക്കുറിച്ചും ആനകളെക്കുറിച്ചും കുതിരകളെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതുമ്പോൾ നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എത്രമേൽ ഗവേഷണം നടത്തിയിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത് എന്ന്. അതേപോലെ ഒരു തെയ്യത്തിൻ്റെ സൗന്ദര്യ പദ്ധതിക്കകത്ത്, വിജ്ഞാന പദ്ധതിക്കകത്ത് എന്തെല്ലാം തരത്തിലുള്ള രൂപങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള വസ്തുക്കൾ, എന്തെല്ലാം തരത്തിലുള്ള മുഖത്തെഴുത്ത്, പ്രാക്കെഴുത്തും കോഴിപ്പൂവും, ഇങ്ങനെ പലതരം മുഖത്തെഴുത്തുകൾ, അതെല്ലാം ഈ നോവലിൽ ആവിഷ്കരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അമ്മാതിരി ഒരു കലാപദ്ധതിയെ, അത്തരത്തിലുള്ള ഒരു വിജ്ഞാന പദ്ധതിയെ ഈ നോവൽ അതിനകത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പൊട്ടൻ തെയ്യം എന്ന് പറയുന്നത് ഒരു മിത്തിനെ എങ്ങനെയാണ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പറയാതെ വിട്ടതാണ്. ഇപ്പോൾ വായേ പാതാളം എന്ന് പറയുന്ന യു എ ഖാദറിൻ്റെ നോവലുണ്ട്. യു എ ഖാദറിൻ്റെ ആ നോവലിനകത്ത് ചെറിയൊരു നോവലാണ്, 100 പേജിൽ താഴെയുള്ള നോവലാണ്. പക്ഷേ കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനം വരുമ്പോൾ ഈ നക്സലൈറ്റ് പ്രസ്ഥാനത്തെയും അതുപോലെ അവിടുത്തെ ഒരു പുരാവൃത്തത്തെയും തെയ്യത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് വായേ പാതാളം എന്നുള്ള ഒരു നോവൽ ഒരു മിത്തിനെ, ഒരു തെയ്യത്തെ അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ ഒരു പ്രതിരോധ രൂപം എന്നുള്ള നിലയിൽ ആവിഷ്കരിക്കുന്നത് വായേ പാതാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് പ്രാദേശികമായിട്ടുള്ള മിത്തുകളെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പലതരം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സങ്കല്പിക്കാത്ത തരം വ്യാഖ്യാനങ്ങൾ ധാരാളം ഉണ്ടാവുകയും വാട്സപ്പ് കൂട്ടായ്മകളിലൂടെ, നാട്ടിൽ വാട്സപ്പ് ഹിസ്റ്ററി ഉണ്ടാക്കുന്ന ഒരു കാലമാണിത്. ഈ വാട്സപ്പ് ഹിസ്റ്ററികൾ ഈ ദൈവങ്ങളെയൊക്കെ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി ബ്രാഹ്മണിക ദൈവങ്ങളാക്കി മാറ്റുകയും ഒരു തരത്തിലുള്ള ഏകീകരണം നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് ഈ പ്രാദേശിക പുരാവൃത്തങ്ങളുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിൽ പൊട്ടൻ തെയ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പൊട്ടൻ തെയ്യം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, പൊട്ടൻ തെയ്യം ഞാൻ ആരാണ് എന്ന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടാണ് പൊട്ടൻ തെയ്യം ആഖ്യാനം ആരംഭിക്കുന്നത്. അതിൽ പൊട്ടൻ തെയ്യം പറയും, ഞാൻ കാരിച്ചിയുടെ മകനാണ്, കാരിച്ചി എന്ന് പറയുന്ന പുലയിയുടെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊട്ടൻ തെയ്യത്തെ പരിചയപ്പെടുന്നത്. എന്താണ് അലങ്കാരൻ എന്നു പേരുള്ള അയാൾ സുന്ദരനായിരുന്നു, നെഞ്ചുറപ്പുള്ളവനായിരുന്നു, തലയെടുപ്പുള്ളവനായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ അക്കാലത്തെ ആധിപത്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ, ജാതിയെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ, പിന്നെ അത് ജാതിയെ മാത്രമല്ല, അയാൾ അതിനു മുമ്പേ തന്നെ പലതിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒറ്റയടിക്ക് ജാതിയെ ചോദ്യം ചെയ്തതല്ല. അതിനു മുമ്പ് പലതിനെയും ചോദ്യം ചെയ്തിരുന്ന അലങ്കാരൻ ഒരിക്കൽ വഴി പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ശങ്കരാചാര്യർ എന്ന് പിന്നീട് പറയുന്നു, ഒരു ബ്രാഹ്മണനോട് ഞാൻ എങ്ങോട്ടാണ് വഴിമാറേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഒക്കൽ കുഞ്ഞുണ്ട്. അപ്പോൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് തനിക്ക് നേരെ വന്ന ഏറുകളെല്ലാം അയാൾ കൊണ്ടിട്ട് അയാൾ കുഞ്ഞിനെ മാറോടടിക്ക് നിലത്ത് കിടന്നിട്ട് ഏറുകൊണ്ട് മരിച്ചുപോയ ഒരാൾ. അങ്ങനെ ഏറുകൊണ്ട് മരിച്ചു വീണപ്പോൾ നാട്ടിലെ ജന്മികൾക്ക് എല്ലാവർക്കും പെട്ടെന്നാണ് വാർത്ത നാട്ടിൽ മുഴുവൻ പലരുന്നത്, നമ്മുടെ അലങ്കാരൻ മരിച്ചു, അലങ്കാരനെ കൊന്നു, അലങ്കാരൻ ചത്തു എന്ന് നാട് മുഴുവൻ കാട്ടുതീ പോലെ ഈ വാർത്ത പടരുമ്പോൾ ആളുകളെല്ലാം ഓടി വരുമ്പോൾ ഒരു പുതിയ കഥയുണ്ടായി വരികയാണ്. ആ കഥ എന്താണ്?
അലങ്കാരൻ ദൈവക്കരുവായി. അലങ്കാരനിൽ ശിവന്റെ അംശമുണ്ട്. അലങ്കാരൻ ദൈവക്കരുവാണ്. ഇനി നിങ്ങൾ അവനെ ആരാധിക്കുക. എന്താണ്, അവൻ ശങ്കരാചാര്യരോട് വാദിച്ചവനാണ് എന്ന് പുതിയ കഥ ഉണ്ടാവുകയും അങ്ങനെ ആളുകൾക്ക് അലങ്കാരൻ്റെ ഭാര്യയ്ക്കും അലങ്കാരൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും സന്തോഷമായി. എന്താണ്, ഒരു പുലയൻ ദൈവക്കരുവായിട്ട് ദൈവമായി ആരാധിക്കപ്പെടാൻ പോവുകയാണല്ലോ. അതോടുകൂടി ആ സാമൂഹ്യ പ്രതിഷേധം അവിടെ അവസാനിക്കുന്നു. ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഈ ശങ്കരാചാര്യരുടെ കഥക്ക് ഈ പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റത്തിൽ പറയുന്ന ആ പുരാവൃത്തത്തിന് ഈ നോവൽ കൊടുക്കുന്നു എന്നാണ്. എങ്ങനെയാണ് അതിന് സാമൂഹ്യമായി ഇതായിരിക്കാം സംഭവിച്ചത് എന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കുക? ആ ഒരു വ്യാഖ്യാനം നമുക്കിതിൽ കാണാം. ഈ പൊട്ടൻ തെയ്യത്തിൻ്റെ മോഹൻ മാഷ് പറഞ്ഞു നേരത്തെ, പിന്നെ കുമാരനാശാൻ പിന്നെ ചണ്ടാല ഭിക്ഷുക്ക് പറയുമ്പോഴാണ് നമ്മളിത് ആദ്യമായി കേൾക്കുന്നത് എന്ന് പറയുണ്ടായി. അപ്പോൾ പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, വിഷ്ണു നമ്പൂതിരി മാഷ് കാഞ്ഞം പൂശാരി എന്ന് പറയുന്ന തെയ്യക്കാരൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നിട്ട് ഈ തോറ്റം പാട്ട് അദ്ദേഹത്തെ കൊണ്ട് ചൊല്ലിയിട്ട് അദ്ദേഹം എഴുതിയെടുക്കുന്ന സമയത്ത് എഴുതി പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ആളുകൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായത്. അത് വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ പല ആളുകളും പ്രസംഗത്തിൽ ഞങ്ങളെ കൊത്തിയാലും ഒന്നല്ലി ചോര, ഞങ്ങളെ കൊത്തിയാലും ഒന്നല്ലി ചോര, പൊട്ടൻ തെയ്യം ഇതാ ജാതിയെ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയത്. ഈ പ്രസംഗമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പൊട്ടൻ തെയ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇതാർക്കും മനസ്സിലാവില്ല. ഒറ്റച്ചണ്ടയുടെ ശബ്ദത്തിൽ വിലാപം പോലെ അവരിങ്ങനെ ചൊല്ലുകയാണ്, അങ്ങളെ കൊത്തിയാലോ നല്ലി ചോര പിന്നെന്തിനാലോ വരെ കൊലമേശകുന്നു. ഇത് കേട്ട് മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഇത് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനല്ല, ഇത് അവർക്ക് മനസ്സിലാക്കാനാണ്. അവരുടെ ഇടയിൽ അവരിത് കേൾക്കുകയും അവരുടെ ഇടയിൽ ഇതൊരു പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്ന ഒന്ന് പുറത്തേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ഒന്ന് വിപുലമായിട്ട് കണക്ട് ചെയ്ത് പറയേണ്ട ഒന്നാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഒറാലിറ്റിയിൽ ഒരു ജനതയുടെ ഇടയിൽ മാത്രം നൽകുന്ന ഒന്ന് ഇതാ പുതിയ വ്യാഖ്യാനത്തോടുകൂടി മുഴുവൻ കേരളീയ സമൂഹത്തിലേക്കും സംക്രമിക്കുകയാണ്. അത് നേരത്തെ തോറ്റമ്പാട്ട് കേട്ടെഴുതിയ ആളുകളിലൂടെ മറ്റു പല ആളുകളിലൂടെയും വന്നിട്ടുണ്ട്. അതിന് പുതിയ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് പെരുമലയൻ അതിനെ കുറെ കൂടി സൗന്ദര്യാത്മകമായി നമ്മുടെ ഒരു അനുഭവമായി പരിവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അതിനെക്കുറിച്ച് ഒന്ന് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ പൊട്ടൻ തെയ്യം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. ഒരു മിത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. മാർക്സൊക്കെ പറയുന്ന മതമില്ലാത്തവൻ്റെ മതം എന്നൊക്കെ പറയുന്ന ദൈവത്തെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വിശദമായി പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. ഒരു സങ്കല്പത്തിൻ്റെ മുകളിൽ ഞങ്ങളുടെ ഈ എല്ലാ പരാതികളും എല്ലാ വിവേചനങ്ങളും എല്ലാ അക്രമങ്ങളും എല്ലാ കൊള്ളരുതായ്മകളും അവസാനിപ്പിക്കുന്ന ഒരു ദൈവം, ഞങ്ങൾക്ക് അങ്ങനെ ഒരു രക്ഷകനുണ്ട് എന്നുള്ള സങ്കല്പം. ആ രക്ഷകനെ ജാതി ഇല്ലാതാക്കാൻ, സങ്കല്പത്തിന് ജാതി ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് നവോത്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരു ജനതയ്ക്ക് അറിയാം. പക്ഷേ ഈ സങ്കല്പങ്ങൾക്ക് ഉയിർ കൊടുത്തിട്ട് ഒരു സാമൂഹ്യ പ്രസ്ഥാനം ഉണ്ടാവുകയും ആ സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ ഇങ്ങേയറ്റത്ത് നിന്നിട്ടാണ് നാം ഒരളവോളമെങ്കിലും ഇതിൽ നിന്നൊക്കെ വിമുക്തരായി ഈ വിവേചനത്തിൽ നിന്ന് മുക്തി നേടിയവരാണ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾ നോക്കി, ഇപ്പോൾ കാവുകളിൽ പോയാൽ സങ്കടം പറയുന്ന മനുഷ്യന്മാർ എത്ര ഉണ്ടെന്നറിയോ നിങ്ങൾക്ക്? വിശ്വസിച്ചിട്ട് വേറെ ആളോട് ഇതൊന്നും പറയാൻ കഴിയാത്തൊരു കാലത്തൊന്നും മാത്രമല്ല, സങ്കല്പങ്ങൾ നമ്മളെ ഒരിക്കലും ചതിക്കില്ല. സങ്കല്പങ്ങളെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കും. അത് ഞാൻ തൊട്ടടുത്ത് പറയും. സങ്കല്പങ്ങളെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനും കൂടി സാധിക്കും. പക്ഷേ നിലനിൽക്കുന്ന റിയാലിറ്റികൾ, രക്ഷകർ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാക്കൾ എന്നൊക്കെ നാം വിചാരിക്കുന്ന നമ്മുടെ സംവിധാനങ്ങൾ പലപ്പോഴും അങ്ങനെയല്ല എന്നുള്ളത് അധികാര ഒരു വ്യവഹാരങ്ങൾക്കിടയിൽ അങ്ങനെ ആവില്ല നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളത്. ആ സങ്കടം ഒരിക്കലും ആരുണ്ടാക്കില്ല. ഈ പൊട്ടൻ തെയ്യം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള സങ്കല്പങ്ങൾ ഉണ്ടാക്കുകയില്ല എന്ന്. പക്ഷേ ഏത് കാലത്തും, ഏത് നല്ല കാലത്തും ഏത് കെട്ട കാലത്തും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാത്തരം അനീതികളും നമുക്ക് വരുമ്പോൾ അത് പറയാൻ, അതിൽ നിന്ന് നമ്മളെ എന്തൊക്കെയോ ചെയ്തു തരും എന്ന്, ചെയ്തു തന്നില്ലെങ്കിലും അങ്ങനെ വിശ്വസിക്കാവുന്ന ഒരു സങ്കല്പം വേണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നാണ് ആ വായനയിലൂടെ പോകുമ്പോൾ നമുക്ക് തോന്നുക എന്നുള്ളതാണ്. അതിലപ്പുറം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ വാസ്തവത്തിൽ ഇതിലെ ചില ഭാഗം വായിച്ചിട്ട് കൂടി അത് പറയണമെന്ന് വിചാരിക്കുന്നു. തെയ്യം സംസാരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു നോവലിൻ്റെ നറേഷൻ, ആ ഒരു ഊക്കുണ്ടല്ലോ, തെയ്യത്തിൻ്റെ പറച്ചിലിൻ്റെ അതേ ഊക്കിൽ എങ്ങനെയാണ് അത് നിങ്ങൾ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ അത് അനുഭവപ്പെടും. അതുകൊണ്ട് ഞാനത് നിങ്ങളുടെ വായനയ്ക്ക് വിടുകയാണ്. ഞാനത് ആവർത്തിക്കണം എന്ന് വിചാരിക്കുന്നില്ല. കാരണം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതൊന്ന്, ഈ പൊട്ടൻ എന്ന് പറയുന്ന ഈ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു ബന്ധം നോക്കിക്കഴിഞ്ഞാൽ
ഈ നോവലിൽ എന്നെ ഏറ്റവും അതിശയിപ്പിച്ച മോഹനമാഷ് പറഞ്ഞ ഭക്ഷണത്തിൻ്റെ വൈവിധ്യം പോലെ തന്നെ എത്ര സന്ദർഭങ്ങളിൽ ഇതിലെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നോക്കിക്കൊള്ളുന്നത്, എത്ര സന്ദർഭങ്ങളിൽ അവർ റാക്ക് കുടിക്കുന്നുണ്ട്. ഈ കുടിക്കുന്ന, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, എണ്ണി നോക്കിയാൽ അതൊരു 100-200 നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ കുടിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അവരാദ്യം ഒരു നുള്ള്, ഏതില്ലായ്മയുടെ സന്ദർഭത്തിലും ഒരു നുള്ളെടുത്തിട്ട് ഈ പൊട്ടൻ്റെ തറയിൽ വെച്ചിട്ടാണ്. എണ്ണ വിൽക്കാൻ പോകുന്ന വാണിയൻ എമ്മൻ ആ എണ്ണയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അവിടുത്തെ വിളക്കിൽ ഒഴിച്ചിട്ടാണ് വിൽക്കാൻ പോകുന്നത്. ആദ്യം കാച്ചുന്ന റാക്കിൽ നിന്ന് ചിരുതയോ അല്ലെങ്കിൽ ഏറ്റിക്കൊണ്ടുവരുന്ന കള്ളിൽ നിന്ന് ചിരുതയുടെ ഭർത്താവോ ആദ്യം അവിടുത്തെ തറയിൽ ഇത്തിരി വെച്ചിട്ടാണ് പോകുന്നത്. അവർ എയ്ത് കൊണ്ടുവരുന്ന മുള്ളമ്പന്നിയാകട്ടെ, കീരിയാകട്ടെ, ആമയാകട്ടെ, എന്തായാലും കെണി വെച്ച് പിടിക്കുന്ന മീനായാലും അതിൽ ആദ്യത്തെ ഓഹരി വെക്കുന്നത് ഇതിനാണ്. ഇത് നിങ്ങൾക്കിങ്ങനെ നിറയെ കാണാം. ഈ മാതിരി ഒരു ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ പോയിട്ടാണ് എല്ലാ സങ്കടങ്ങളും പറയുന്നത്, അവരുടെ എല്ലാറ്റിനും കൂട്ടായിരിക്കാൻ പറയുന്നത്, തങ്ങൾക്ക് എല്ലാറ്റിനും രക്ഷയുണ്ടാകും എന്ന് അവർ കരുതുന്നത് ഇത് വെറുതെയല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഞങ്ങളിവിടെ ചാനിയങ്കടവിൽ ഇതിൽ പറയുന്ന ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ പൊട്ടൻ തെയ്യൻ്റെ അലങ്കാരൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ തെയ്യമുണ്ട്. അതിന് കുറ എന്ന് പറയാം, തിറ എന്നല്ല പറയാം, കുറയാണ്. ഈ കുറ നടക്കുന്ന ചാനിയങ്കടവിനടുത്തുള്ള കാവിൽ അവർ ഒരു 1-ാം തീയതി നട തുറക്കുന്ന ദിവസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് നമുക്ക് പലർക്കും അറിയാം, പ്രദീപൻ, മാവ് പ്രദീപനും ഞാനും കൂടെ പോയിട്ട് അവിടുന്ന് ആദ്യത്തെ കലശം കള്ളിൻ്റേതാണ്, രണ്ടാമത് നടന്ന കലശം നല്ല നാടൻ വെള്ളത്തിൻ്റെതാണ്, അത് കഴിഞ്ഞ് മൂന്നാമത്തെ കലശം ഫോറിൻ മദ്യത്തിൻ്റെതാണ്. ഈ കലശമൊക്കെ കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്നിട്ട് ഞങ്ങൾക്ക് തോറ്റം പാടിത്തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് തന്നെ 10-11 മണിയായി. ഇവരുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പാടാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അയാൾ ഇരുന്നു. പാടാൻ നോക്കുമ്പോൾ പറഞ്ഞു, പാടുമ്പോൾ ചടങ്ങിന് ഇത് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വെക്കാൻ എവിടെ നിന്ന് കിട്ടും, അതൊന്നും നിങ്ങൾ അറിയണ്ടെന്ന് പറഞ്ഞു. അതിന് കാശും കൊടുത്തു, അത് വാങ്ങിച്ചു കൊണ്ടുവന്നു. അവിടെ വെക്കുക എന്ന് പറഞ്ഞാൽ വെക്കൽ മാത്രമല്ല നമുക്കറിയാമല്ലോ. എന്നിട്ട് തോറ്റം പാടാൻ തുടങ്ങി. തോറ്റം ഒരു 10-35 മിനിറ്റ് തോറ്റം കഴിഞ്ഞപ്പോൾ ഈ പലർക്കും അറിയാവുന്ന കഥയാണ്. ഈ കല്ല് കത്തിയണച്ചപ്പോൾ ചോര വന്നു. ഈ ചോര വരുന്ന ഘട്ടത്തിയപ്പോൾ ഇയാളൊരൊറ്റ അലർച്ചയാണ്. ഞങ്ങൾ 2 പേര് കേൾക്കാൻ, അവിടെ ഒരാൾ നിൽക്കുന്ന ആൾ ചെണ്ടയില്ലാത്തത് കൊണ്ട് അയാളിങ്ങനെ വായ കൊണ്ടിങ്ങനെ താളം പറയും, ഇയാൾ തോറ്റം ചൊല്ലും. ഈ നിൽക്കുന്ന സ്റ്റൂളിൻ്റെ മേലൊന്ന് അലറി വിളിച്ചിട്ട് പിറകിലേക്ക് ഒരൊറ്റ വീഴ്ച. ഞാൻ വിചാരിച്ചു ഇയാളെ കാലയുടെ പിറകിൽ, ഞാൻ ആകെ ഭയന്നു പോയി. ഞങ്ങൾ ഈ അലർച്ച കേട്ടിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ, രാത്രി ഒരു 2 മണി സമയമൊക്കെ ആകുന്ന സമയത്ത് ഒരു അലർച്ച കേട്ടാൽ നമ്മുടെ നാട്ടിൻ പുറത്ത് സ്ഥിതി എന്താ, ടോർച്ചടിച്ചിട്ട് ആളുകൾ വന്നു. പ്രദീപൻ അങ്ങോട്ട് പോയിട്ട് അവരോട് പറഞ്ഞു ഒന്നുമില്ല, ഇങ്ങനെ ഒരു സംഭവമാണെന്ന് പറഞ്ഞ ആളുകളൊക്കെ തിരിച്ചയച്ചു. വീട്ടിലെ പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു കുഞ്ഞുങ്ങളെ പേടിപ്പിക്കരുത് തമ്പായി എന്ന് പറഞ്ഞു. പിന്നെ തമ്പായി ബാക്കി തോറ്റം കൂടി ചൊല്ലി അത് റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് വലിയ മനപ്രയാസം. ഇതെന്ത് ചെയ്യും? ഇത്രയധികം ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി അവരുടെ ചരിത്രം പോലെ, സാമൂഹ്യബോധത്തിലുള്ള ഒരു ചരിത്രം പോലെ അവർ കൊണ്ടു നടക്കുന്ന ഒന്നിനെ ഞാൻ കേട്ടെഴുതി. ഇനിയിപ്പോൾ അത് പ്രസിദ്ധീകരിച്ചിട്ട് എന്തിനാണ് എന്ന് തോന്നി. ഞാൻ പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല. ആ കേസറ്റ് തന്നെ പോയി. ഞാൻ പറയുന്നത് ഒരു അനുഭവമാണ്. ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഒരു ജനത അവരുടെ ചരിത്രം പോലെ ഒരു മിത്തോളജിയെ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതിൻ്റെ എൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇതിനകത്ത് പല സന്ദർഭത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ നോവൽ വായിക്കുമ്പോൾ ഈ പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള പലതരം അനുഭവങ്ങൾ എൻ്റെ മുമ്പിലേക്ക് തികട്ടി വരുന്നുണ്ട്. മറ്റൊന്ന് വിജ്ഞാനമാണ്. വിജ്ഞാനം എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു ഈ കേളു എന്ന് പറയുന്ന പണിക്കർ, കേളു എന്ന് പറയുന്ന മലയൻ പണിക്കരും അതിനകത്തുള്ള ഒരു ബണ്ണാനും വരുന്നുണ്ട്. അവർ 2 പേരും കണ്ടുമുട്ടുമ്പോൾ അവർ തമ്മിലുള്ള പരസ്പര ബഹുമാനമുണ്ട്. അതൊരു അറിവിൻ്റെ ബഹുമാനം കൂടിയാണ്. ആ അറിവിൻ്റെ ബഹുമാനം എരി എന്ന് പറയുന്ന നോവലിൽ, പറയനെരി എന്ന് പറയുന്ന കഥാപാത്രം പ്രദീപൻ പാമ്പരിക്കുന്നിൻ്റെ നോവലിൽ പറയനെരിയും രാമനും കാണുമ്പോൾ, പറയനെരിയും വെള്ളോനും തമ്മിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന അറിവിൻ്റെ അംഗീകാരത്തിൻ്റെ ഒരു പരസ്പര ബഹുമാനമുണ്ട്. അങ്ങനെ ചിലത് ഇതിനകത്തും കാണുന്നു. വെള്ളോൻ ദൈവം എന്ന് പറയുന്നത് മറ്റൊരു നോവലാണ് കേട്ടോ. ഇതേ പശ്ചാത്തലത്തിൽ പറയേണ്ടുന്ന മറ്റൊരു നോവലാണ്. മുണ്ടിയാടി ദാമോദരൻ്റെ നോവലാണ് വെള്ളോൻ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ചിലത് കൂടി ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് വിജ്ഞാനം എന്ന് പറയുന്നിടത്ത് മലൈനാണിയുടെ വിജ്ഞാനത്തെക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം. മലൈനാണി പ്രസവം എടുക്കാൻ പോയാൽ പ്രസവിക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ അവർ വീടുകളിൽ പോകും. വീടുകളിൽ പോയിട്ട് പറയും,
പിന്നെ ഇത്ര ദിവസം കൊണ്ട് പ്രസവിക്കും, അല്ലെങ്കിൽ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പ്രസവം നടക്കും, അല്ലെങ്കിൽ ഈ കുട്ടി ആണാണ് പെണ്ണാണ്, വയറ് കണ്ടാൽ അറിയാം ഇങ്ങനെയാണ് എന്ന് പറയും. അത് അതേപോലെ ശരിയാകും എന്നും കൈനഖം കൊണ്ടുപോലും ഒരു പോറലുണ്ടാക്കാതെ എങ്ങനെയാണ് അവർ പ്രസവം എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരിടത്ത് പ്രസവം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഒരാൾ പ്രസവ വേദനയായിട്ട് ആളെ കൂട്ടാൻ വന്നാൽ ഒരു മരുന്ന് അരച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുകയും ഇത് വയറ്റത്ത് പുരട്ടി കൊടുത്താൽ മതി, വേദന കുറയും, അപ്പോഴേക്ക് ഞാൻ അങ്ങെത്തും, ഇവിടുത്തെ പേരെടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഇങ്ങനെ അവരുടെ ഇടയിലുള്ള പലതരം വിജ്ഞാനങ്ങളെ പറ്റി നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അവിടെ ഞാൻ പറഞ്ഞത് എനിക്കൊരു മൂത്തമുണ്ടായിരുന്നു, മാക്കം എന്നാണ്. ഇവിടെ അത്യാവശ്യം ചില ആളുകൾക്ക്, രാജേട്ടൻ ഇവിടെ ഉണ്ട്, റസാഖുണ്ട്, ഇവർക്കൊക്കെ അറിയാം. ഇവരൊക്കെ എൻ്റെ മൂത്തമ്മ പറയും. പിന്നെ പല സ്ഥലത്തും ഇവനെ പ്രസവിപ്പിച്ചത് ഞാനാണ് എന്ന് പറയുന്ന ഒരു മൂത്തമ്മ എനിക്കുണ്ടായിരുന്നു. ഈ ചെറിയ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന, 8ാം ക്ലാസ് അല്ലാതെ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വലിയ തറവാട്ടുകാർ പ്രസവിച്ചാൽ പ്രസവം അറിയിക്കാൻ പോകുമ്പോൾ ഒരു ആണും കൂടി പോകണം. അതുകൊണ്ട് എന്നെ കൂട്ടിയിട്ട് എൻ്റെ മൂത്തമ്മ പോയിട്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ഇതിനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും പല അനുഭവങ്ങളായിട്ട് പലതരം ആളുകൾ പറഞ്ഞ അനുഭവങ്ങളുമായി ചേർന്ന് പോകുന്ന ഒന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിജ്ഞാനത്തെ രേഖപ്പെടുത്തുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതെന്തുകൊണ്ട് എങ്ങനെ പ്രധാനമാകുന്നു ഞാൻ അവസാനം പറയും. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഏതാണ്ട് സമയമായി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആഖ്യാനങ്ങൾ അതിലേക്ക് കടന്നു വരുമ്പോൾ, നോവലിലേക്ക് കടന്നു വരും. ഞാൻ പറഞ്ഞു ഒരു ഓറൽ കൾച്ചർ അതൊരു ആഖ്യാനമായി, പുതിയ ജ്ഞാനരൂപമായി, പുതിയ അനുഭവമായി കടന്നു വരുമ്പോൾ നമ്മൾ നോക്കിയാൽ കേരളം എന്ന് പറയുന്നത് നിരവധി ആഖ്യാനങ്ങളിലൂടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ എം ടി വാസുദേവൻ നായരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആഖ്യാനങ്ങൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു സൗന്ദര്യാത്മകതയായി മാറിത്തീർന്നത്, കേരളത്തിലെ മലയാള സാഹിത്യത്തിലെ ഒരു സൗന്ദര്യാത്മകതയായി മാറിത്തീർന്നത്. മാളു കുട്ടിയെഴുത്തി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴും ഇങ്ങോട്ട് വരിക എന്നൊക്കെ പറയുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഭാഷയുടെ സാന്നിധ്യമുണ്ട്. പലതരത്തിലുള്ള അറിവുകൾ ഇവിടെ ഉണ്ടാക്കി. ഈ അറിവുകളെക്കുറിച്ച് പറയുമ്പോൾ അറിവുകൾ ആനയെക്കുറിച്ച്, ആനശാസ്ത്രത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ നമ്പൂതിരി എഴുന്നള്ളത്തിൻ്റെ സമയത്ത് ആനപ്പുറത്ത് കയറിയത് മാത്രമാണ് നമ്പൂതിരിയുടെ അനുഭവം എന്ന് പറയുന്നത്. പക്ഷേ ജീവൻ പണയം വെച്ച് എപ്പോഴും അതിൻ്റെ കൂടെ നടക്കുന്ന പാപ്പാനാണ് നമ്പൂതിരിയേക്കാൾ നന്നായിട്ട് ആനയെ അറിയുന്നയാൾ. പാടത്ത് കൃഷിയെടുക്കുന്ന, മണ്ണിൽ പണിയെടുക്കുന്ന ആളാണ് കരയിൽ നിന്ന് ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ആളെക്കാൾ നന്നായിട്ട് കൃഷിയുടെ അറിവും വിത്തിൻ്റെ തരംതിരിവുമൊക്കെ അറിവുള്ള ആൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒറാലിറ്റിയൊക്കെ ഇവരുടെയൊക്കെ വാമൊഴിയായിട്ടുള്ള അറിവിനെയൊക്കെ നിശബ്ദമാക്കിക്കൊണ്ട് അതിന് മുകളിൽ എഴുത്തിൻ്റെ അധികാരത്തിൻ്റെ ഒരു പുതിയ അറിവ് ഉണ്ടായി വരികയും അവരാണ് പിന്നീട് കേരളത്തെ നിർമ്മിക്കുന്നത് എന്നുമാണ് കേരളത്തിൻ്റെ ചരിത്രം. ഈ ആഖ്യാന ലോകമാണ് കേരളത്തെ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നിർമ്മിക്കപ്പെട്ട കേരളത്തിനകത്ത് ഇവരെല്ലാവരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ ആഖ്യാനം, ഇങ്ങനെ നിശബ്ദമാക്കപ്പെട്ട അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാതെ പോയിട്ടുള്ള, വാമൊഴിയിൽ തന്നെ ഞെക്കി ഞെക്കി ഇല്ലാതായി പോയിട്ടുള്ള, ഒരിക്കലും ഇതുപോലെയുള്ള ആഖ്യാനങ്ങളിലേക്ക് കടന്നു വരാത്ത ആളുകൾ അവരുടെ സംസ്കാരം, അവരുടെ കല, അവരുടെ സൗന്ദര്യാത്മകത, അവരുടെ ജീവിത ദർശനങ്ങൾ ഒക്കെ, അവരുടെ ചരിത്രമൊക്കെ ഇതിലേക്ക് വരികയാണ്. ചരിത്രത്തെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോകും. കാരണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നേരത്തെ പറഞ്ഞു ഒരു വൈദ്യരെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് ഇതിനകത്ത്, അത് അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ആനയ്ക്ക് കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നോവലിൽ ഒരു പുലയനെ വിവസ്ത്രനാക്കി തമ്പുരാൻ വാങ്ങിച്ച ആ ആനയെ ആദ്യമായി എഴുന്നള്ളത്ത് നടത്തുമ്പോൾ വിവസ്ത്രനാക്കിയിട്ടൊരു പുലയനെ മുമ്പിൽ നടത്തും. ഒരു ചൂരൽ കൊണ്ട് അയാളുടെ ലിംഗത്തിലടിച്ചിട്ട് നടത്തിക്കൊണ്ട് ആ പുലയൻ പിന്നീട് മരിച്ചു പോകും. ആനയ്ക്ക് കണ്ണു തട്ടാതിരിക്കാനാണ് അവരത് ചെയ്തത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾക്ക് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് സംഭവിച്ച കാര്യമാണെന്നാണ്. പിന്നെ നമ്മുടെ പഴയ അവിടെ എത്തുന്നതിന് ഇപ്പോൾ പയ്യന്നൂരെത്തുന്നതിന് പിലാത്തറയുടെ അപ്പുറത്തുള്ള ഒരു സ്ഥലം, അവിടെ പിലാത്തറ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റോപ്പിനടുത്ത് ആ പ്രദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ജീവിച്ചിരുന്നു എന്നും കുറച്ചു കാലം മുമ്പേ അയാൾ മരിച്ചുപോയി എന്നും അവരൊക്കെ പറഞ്ഞു കേട്ടതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മുടെ ചരിത്രത്തിലേക്ക് വരാത്ത ഒരു ചരിത്രം കൂടി ഇതിലേക്ക് സംഗതമാകുന്നു എന്നാണ്. പിന്നെ തച്ചൻകുന്ന് സ്വരൂപത്തിൽ UK കുമാരൻ പറയുന്നുണ്ട്, പിന്നെ ഈ അടയാളം വെക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അടയാളം വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്ത്രീയെ കണ്ടാൽ അത് തമ്പുരാൻ ജന്മി അങ്ങ് അടയാളം വെക്കുകയാണ്. അടയാളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കല്യാണവും നടക്കില്ല, ജന്മിക്ക് തോന്നുമ്പോൾ വന്നു പോകാനുള്ളതാണ് ആ സ്ത്രീ എന്നുള്ള മട്ടിൽ ഇങ്ങനെ അടയാളം വെക്കുന്നതിനെതിരായിട്ടുള്ള ഒരു സമരത്തെപ്പറ്റി തച്ചൻകുന്നിനകത്ത് പറയും. അങ്ങനെ ചന്തയിൽ പായ വിൽക്കാൻ വന്ന ഒരു പെണ്ണിനോട് ഈ പായക്ക് എന്ത് വിലയാണ് എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ ഒരു ജന്മി പായക്ക് ഇത്ര രൂപ 4 അണയാന്ന് പറഞ്ഞപ്പോൾ പായയിൽ കിടക്കാൻ ആൾ വേണ്ടേ, അതിന് എത്ര കൂലി വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ തൻ്റെ
അരിവാൾ കൊണ്ട് ആ പായ കൊത്തി എരിഞ്ഞിട്ട് എറിഞ്ഞ് അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അത് വിറ്റാലേ അവർക്ക് ഒരു ദിവസം വൈകുന്നേരം വല്ലതും വാങ്ങാൻ പറ്റുള്ളൂ. എന്നിട്ടാണ് അത് കൊത്തിയെറിഞ്ഞെറിഞ്ഞിട്ട് എൻ്റെ പായ ഞാനൊരു കോയിലിനും ഒരു പടുകാടനും വിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചന്തയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഒരു കാറ്റ് വന്നിട്ട് ചെമ്പകമരത്തിലൂടെ ഇങ്ങനെ വീശുന്നതായിട്ടും ആ ചെമ്പകമരത്തിൽ ഇങ്ങനെ തത്തിക്കളിക്കുന്നതായിട്ടും യു കെ കുമാരൻ പറയും. ഈ ആ മാതിരി സമാനമായിട്ടുള്ള ഒരു, ഞാൻ അത് സൂചിപ്പിച്ചത് യു കെ കുമാരൻ്റെ നോവലിൽ ഇതുണ്ട് എന്നല്ല, അതുപോലെ എത്രയോ സന്ദർഭങ്ങൾ ഈ നോവലിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് ഈ തരം സംസ്കാരങ്ങളെക്കുറിച്ച്, അവരുടെ ജീവിതത്തെയും പ്രതിരോധത്തെയും കുറിച്ച് എഴുതുമ്പോൾ പ്രകൃതി കൂടി ഇങ്ങനെ ഒന്നിച്ചു വരുന്ന രീതി? അത് കാരണം അതൊരു ജീവിതത്തെ ആ സകലം എന്താണ് സമൂലം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ അവരുടെ ജീവിതമായി തീരുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാഴ്ച കൂടി ഇതിനകത്ത് കാണാം. അതുകൊണ്ട് ആഖ്യാനങ്ങൾ നിർമ്മിച്ച കേരളം ആരുടെ കേരളം എന്ന് ചോദിക്കുമ്പോൾ ആ ആഖ്യാനത്തിലേക്ക് നിർമ്മിക്കപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ നാം ഇനിയും നിർമ്മിക്കേണ്ട ഒരു കേരളം ഇതാണ് എന്നുള്ളതിലേക്ക് ചേർത്ത് വെക്കുന്നതാണ് ഈ നോവൽ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.